വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്, ചെറിയൊരു സ്മോൾ വീഡിയോ. ഇന്നലെ ഞങ്ങൾ കുറച്ച് ബീഫ് മേടിച്ചു, ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചു. ഇത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കരുതി ചാറായിട്ട് എടുക്കണ്ട, ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഇനി അണപ്പത്തിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു എയർ ഫ്രയറിലായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എണ്ണ നമുക്ക് ഒത്തിരി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അവിടെ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൻ്റെ ആ പാത്രം എടുത്തു കഴുകാൻ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു, എന്നിട്ട് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എണ്ണയെ നമുക്കിപ്പം ഗ്യാസിലൊക്കെ വെച്ച് എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഒത്തിരി എണ്ണയാകും, നമ്മുടെ ഹെൽത്തിന് പ്രശ്നമാണ്. ഞങ്ങൾ എന്നും യൂസ് ചെയ്യത്തില്ല, വല്ലപ്പോഴും ഒക്കെ എയർ ഫ്രയർ യൂസ് ചെയ്യും, ഫിഷ് ഫ്രൈ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇന്നിപ്പം ബീഫ് ഇതിൽ ഞാൻ ഫസ്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബീഫ് ഇന്നലെ കറി വെച്ചതാണ്, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊക്കെ എടുക്കാൻ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. അടപ്പത്തിട്ട് ഫ്രൈ ചെയ്ത് ഒത്തിരി എണ്ണയെ പിടിക്കും. നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ആദ്യമൊക്കെ എയർ ഫ്രയർ എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ, പിന്നെ ഞാൻ നോക്കി പഠിച്ചു. നിങ്ങളെല്ലാവരും ഫിഷ് ഫ്രൈ ചെയ്യുന്നതൊക്കെ എയർ ഫ്രയറിലാണോ? എയർ ഫ്രയർ നല്ലൊരു പ്രോഡക്റ്റ് ആവട്ടെ, എന്തുകൊണ്ടും എനിക്ക് ബെറ്ററായി തോന്നി. കാരണം നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെല്ലാം വറുത്തതും പൊരിച്ചതും ഒക്കെയാണ്, ഫ്രൈ ചെയ്തതാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പം നമ്മുടെ ഹെൽത്ത് ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ. കാരണം ജങ്ക് ഫുഡ് ഇഷ്ടം പോലെ കഴിക്കുന്നു, എണ്ണ പലഹാരങ്ങൾ ഇഷ്ടം പോലെ കഴിക്കുന്നു. അതിന് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സുകളൊക്കെ അത് നല്ലൊരു പ്രോഡക്റ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബീഫ് ഇപ്പം ഫസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് കാണിക്കാവേ. എന്നിട്ട് ഞാൻ ഇതിന് എയർ ഫ്രയറിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 1 മിനിറ്റ് കേട്ടോ. ഞങ്ങളുടെ എയർ ഫ്രയർ, ഞാൻ എയർ ഫ്രയറിൻ്റെ വേറൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും കണ്ടൊക്കെ വരുന്നതേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും കാണുക കേട്ടോ. ഞാൻ അതിനകത്ത് ഫസ്റ്റ് ബീറ്റ്റൂട്ട് ഫ്രൈ നേരത്തെ ചെയ്തു, പക്ഷേ വീഡിയോ ഒക്കെ ഇടുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പോയി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാനത് ഫ്രൈ മോഡിലേക്ക് ഇട്ടേക്കുവാണ്. ഇനി ഇത് കുക്ക് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ എൻ്റെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനത് എയർ ഫ്രയറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി. കണ്ടോ, നല്ല കുക്കായിട്ടുണ്ട്. എണ്ണ ഒത്തിരി ലാഭിക്കാം കേട്ടോ. എനിക്ക് നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് ഇത് തോന്നുന്നത്. എന്നാൽ ബൈ, താങ്ക് യു.